ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ടെഫ് ഓട്ടോയിലാണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട് ജെറ്റ് ചെയ്തു ഗൈസ്. നമ്മുടെ വീട് ജെറ്റ് ചെയ്തു. കാരണം നമ്മുടെ ഞാനും അച്ഛനും പിന്നെ നമ്മുടെ ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇച്ചിരി കൂടെ ദൂരെ പോയാലും നമ്മുടെ വീട്. അവർ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ആ പട്ടീനെ എന്തെങ്കിലും തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പട്ടീനെ തരാൻ പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്, പട്ടി തരികയാണ് വേണി ഈ ഒരു ബുള്ളറ്റ് എടുത്തോണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് കലി കയറി കഴിച്ച്. എനിക്ക് കലി എന്ന് പറഞ്ഞാൽ ഫുള്ള് കലി പിടിച്ച്. എൻ്റെ അപ്പ വരെ ഇവിടെയുണ്ട്. നമ്മുടെ വീട് ജെറ്റ് ചെയ്ത് പോയില്ല, എന്ത് ചെയ്യാനാ. നമുക്ക് പൈസ എന്ന് പറഞ്ഞാൽ അവർ 50 ലക്ഷം രൂപയാണ് പറഞ്ഞത്. കുഴപ്പമില്ലടാ മോനെ, നമുക്ക് അത്ര പൈസ ഇല്ലല്ലോ. നമ്മൾ കുറേ കാറ് ഇതൊക്കെ മേടിച്ചോണ്ടല്ലേടാ നമുക്ക് കാശില്ലാത്ത. ശരിയപ്പാ, നമ്മൾ അങ്ങനെ കാർ മേടിക്കണ്ടായിരുന്നു. കാർ മേടിച്ചാണ് ഏറ്റവും കുഴപ്പം. എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത് ആ താറിനായിരുന്നു. താറിന് ഏകദേശം നെട്ടിക്കഴിഞ്ഞാൽ ഒരു 50 ലക്ഷം വരുമായിരുന്നു. പിന്നെ ബാക്കി കാശിനൊക്കെ 20. അങ്ങനെ മോനെ, അത് കുഴപ്പമില്ല, നമുക്കൊരു പുതിയ വീട് പണിയണം. അച്ഛാ, അത് കുഴപ്പമില്ല, ഞാൻ പണിഞ്ഞു തരും. അല്ലെങ്കിൽ ആ വീട് ഞാൻ സ്വന്തമാക്കും, ഞാൻ റോബ് ചെയ്തിട്ട്. മോനെ, അവസാനം റോബ് ചെയ്തിട്ട് മറ്റേ ഇവിടേക്കൊന്നും പോയ പോലീസുകാർക്ക് പോയില്ലടാ. അച്ഛാ, ഞാൻ എന്തായാലും തിരിച്ചു വരും. ഒന്നും പറ്റില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കിടന്ന് വിഷമിക്കേണ്ട വരും. അത് കുഴപ്പമില്ല അച്ഛാ, ഞാൻ വരും, എന്തായാലും വരും. കുഴപ്പമില്ല അച്ഛാ, ഞാൻ വരുന്നേക്കും. മോനെ, എനിക്ക് ആകെ ഉണ്ട് ഒരു മോനാ, എൻ്റെ മൂത്ത മോൻ. മറ്റേ നമ്മുടെ അമേരിക്കയിലാണ്, നീ മാത്രം ഇന്ത്യയിൽ. നമ്മളൊക്കെ ഇന്ത്യക്കാരനല്ലേ. നമ്മുടെ ഇതൊക്കെ എന്ത് ചെയ്യാൻ, നമുക്ക് അത്ര പൈസ ഇല്ലല്ലോ. അച്ഛാ, കുഴപ്പമില്ല, ഞാൻ എങ്ങനെയും റോബ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കും. അങ്ങനെ പൈസ ഉണ്ടാക്കി അവസാനം ഞാൻ അച്ഛൻ്റെ മുന്നിലേക്ക് വരും. എന്നിട്ട് കുറേ രൂപയായിട്ട് ഞാൻ വരുള്ളൂ. മോനെ, അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. നമ്മൾ ബാങ്കിൽ പോയിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. കുഴപ്പമില്ല അച്ഛാ, ഞാൻ പോവാം അച്ഛാ. അച്ഛൻ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ വരാം. മോനെ പോവരുത്, ഞാൻ സത്യമായിട്ട് പറയാം. മോനെ പോവരുത്. കുഴപ്പമില്ല അച്ഛാ, ഞാൻ വരും, എന്തായാലും വന്നേക്കും. അച്ഛനൊന്നും പേടിക്കണ്ട. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മ ഇല്ല കേട്ടോ. അമ്മയൊക്കെ എപ്പോഴും മരിച്ചു പോയി ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങനെ പോട്ടെ അങ്ങോട്ട്. ഇതാണ് നമ്മുടെ വീട്. നമ്മൾ വീട്ടിലേക്കല്ല പോണത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റേ ഇവിടേക്കാണ് പോണത്, ബാങ്കിലേക്ക്. നമ്മൾ ബാങ്കിൽ മോഷ്ടിക്കാൻ പോവുക. മോഷ്ടിക്കാൻ നമ്മുടെ ബാഗ് ഇവിടെ തന്നെ കേട്ടോ. ബാങ്ക് ഇതാ കിടക്കുന്നത്. അമ്മ ഇപ്പം ആറാ ഒന്നാമത് ഞാൻ പൈസ ഇല്ലാതിരിക്കുക. ആകെ നമുക്കുണ്ട് തോക്കെന്ന് പറഞ്ഞാൽ ആകെ ചെറിയൊരു തോക്ക്, അങ്ങനെ പിസ്റ്റൽ മാത്രം. അത് വിട്ടിട്ട് വലിയ കാര്യമില്ല. നമുക്ക് ഇങ്ങോട്ടേക്ക് പോയോ, ഇവിടെയാണ് ബാങ്ക്. നമ്മുടെ ബാങ്ക് ഇവിടെ എത്താറായി ഗായ്സ്. ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ ബെന്നിയുടെ ഷോപ്പ്. പക്ഷേ ബെന്നിയുടെ ഷോപ്പിലേക്ക് പോയിട്ട് വലിയ കാര്യമില്ല ഗായ്സ്. കാരണം നമുക്ക് പൈസ ഇല്ലല്ലോ. ഇവിടെയാണ് ബാങ്ക്. ശരി, ഇവിടെയാണ് ബാങ്ക്. കാണിച്ചു തരാം ഗൈസ്. ബാങ്കിലേക്ക് എത്തി ഗൈസ്, ബാങ്കിലേക്ക് എത്തി. ഇതാണ് ബാങ്ക്. നമ്മുടെ ഇവിടുത്തെ ബാങ്ക് ഇതാ. അല്ല, ഇവിടെ അല്ലല്ലോ, അത് വേറെ ബാങ്ക്. ഇതാണത്തിൽ അത്ര പൈസ ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് പോകാം. നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് ഗൈസ്, അവസാനം നമ്മൾ ബാങ്കിലേക്ക് എത്തി ഗൈസ്. നമുക്ക് അകത്തേക്ക് കയറാം. A few moments later. ഗായ്സ്, ഞാൻ അറിയട്ടോ ഗായ്സ്, ഇവിടെ പോലീസുകാർ വന്നു തുടങ്ങി. പൈസ എടുത്തെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ വന്നു തുടങ്ങി. ഇനി എന്ത് ചെയ്യാനാ, നമുക്കൊക്കെ എങ്ങനെ പോകണം? പോലീസുകാർ മാറിക്കട അങ്ങോട്ട്. 1 സ്റ്റാർ പോലീസുകാർ വന്നേക്കണം. അതുകൊണ്ട് എങ്ങനെ ഓടി രക്ഷിക്കണം. ഞാൻ ഓടാൻ പോവുക. ഇനി ഇവിടേക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഓടാൻ പോവുക. എനിക്കൊന്നും പറ്റില്ല. ഇനി എങ്ങനെ രക്ഷിക്കണം? ബാഗില്ല, നമ്മുടെ ഇവിടേക്ക് ഞാൻ പൈസ വെച്ചാണ്. നമ്മുടെ
ഇനി നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, നമുക്ക് ഇനി പോലീസുകാർ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഗായ്സ്, അങ്ങനെ പോലീസുകാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പോലീസുകാർ ഭാഗ്യം പോയത്, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ ആടോ ബ്രേക്ക്. ഗായ്സ്, നമുക്ക് അച്ഛൻ്റെ അടുത്തേക്കൊന്ന് പോവാം. അച്ഛൻ ഇപ്പം എന്താണ് പറയണത്? തുടങ്ങാണ്ടല്ലേ? അച്ഛൻ എവിടെയാ? അച്ഛൻ എവിടെയാ? അച്ഛൻ അച്ഛൻ അച്ഛാ. അച്ഛനോടെ പോയി, അച്ഛനോടെ പോയി, അച്ഛനോടെ പോയി. ഇതേതോ ഒരു ഫോൺ വിളി. ഇതാരാ ഫോൺ വിളിക്കണേ? മോനെ, ഞാനാ മോനെ, നിന്റെ അച്ഛൻ. എന്ത് പറ്റി അച്ഛാ? ഞാനിപ്പോൾ ഹോസ്പിറ്റലാടാ. ഞാൻ വണ്ടി ഇടിച്ച്. അയ്യോ, കുഴപ്പമില്ല അച്ഛൻ. എനിക്ക് ഇപ്പോൾ 1 കോടി 2 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ആ മോനെ, എങ്ങനെയൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ. സുഖം തന്നെ അച്ഛാ. ഞാൻ വീട്ടിൽ പോട്ടെ. ടാറ്റാ. ഗായ്സ്, ഇപ്പം അച്ഛൻ വിളിച്ചിട്ടിരിക്കുക. നമ്മുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് പോലും. അപ്പോൾ നമുക്ക് പോയി വീട് മേടിക്കാം. ഗായ്സ്, അങ്ങനെ നമ്മുടെ വീടൊക്കെ കിട്ടിയിട്ടോ. ഇപ്പം അച്ഛൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ഒരു 1Kയിലേക്ക് വരികയാണെങ്കിൽ ഇച്ചിരി കൂടെ കഴിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പുറത്ത് കാണാം ബെല്ലൈക്കൻ കൂടെ മുകളിലോട്ട് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ ബൈ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും. കാരണം പറഞ്ഞാൽ ഈ 3 ദിവസം വീഡിയോ ഇടാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഗെയിമിംഗ് വീഡിയോ ഇടുന്ന ഫോൺ ഇപ്പോൾ ഇല്ലായിരുന്നു. അത് കാരണമാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇനി വീഡിയോ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.